ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നോൺ സ്റ്റോപ്പ് ബ്ലാ ബ്ലാ. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന കണ്ണൂരിലെ തൃക്കരിപ്പൂരിലുള്ള വീൽ ആൻഡ് വാട്ടർ തീം പാർക്കിലാണ്. ഇത് കണ്ണൂർ സൈഡിലുള്ള ഫേമസ് വാട്ടർ തീം പാർക്കാണ്. ഫാമിലി ആയിട്ട് വരാനും ഫ്രണ്ട്സ് ആയിട്ട് വരാനും ഫുൾ ഫൺ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇന്നിവിടെ ഉള്ള റൈഡ്സ്, വാട്ടർ ഗെയിംസ്, പൂള്, സ്ലൈഡ് ഒക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഈ പ്ലേസ് വെർത്താണോ അല്ലയോ ഒന്നും ചെക്ക് ചെയ്യാം. സോ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ, ഫുള്ള് വീഡിയോ കണ്ടിട്ട് കമൻറ്റ് പറയണേ. അപ്പോൾ ഗൈസ്, പാർക്കിലേക്ക് കയറുന്ന ഉടനെ ഞങ്ങൾ ആദ്യം പോയത് ജംഗിൾ സഫാരിയിലേക്കാണ്. ജംഗിൾ സഫാരി എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് കുറച്ചും കൂടി ആനിമൽസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്ലേസ് ആയിരിക്കുന്നതാണ്. പക്ഷേ ഉള്ളിൽ കയറിയപ്പോൾ ആണ് ട്വിസ്റ്റ് മനസ്സിലായത്. ഒരു വലിയ ഹാളാണ്. അതിൻ്റെ അകത്ത് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പേടിപ്പിക്കുന്ന മോഡൽസ്, സൗണ്ട്സ്, ലൈറ്റ്സ്, അങ്ങനെ. അപ്പം നമ്മളൊരു ഡോറ് വഴി 4 പേരായിട്ട് അകത്തേക്ക് കയറ്റി വിട്ടു. അകത്ത് പോയി നോക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് ഓഫ്, അടുത്ത സെക്കൻഡ് ഓൺ. പെട്ടെന്ന് മുന്നിൽ എന്തോ ഒരു സാധനം വരും, പിന്നെ സൈഡിൽ നിന്ന് സൗണ്ട്, അങ്ങനെ പിന്നെ ആരോ നിന്ന പോലെ. അങ്ങനെ ആക്ച്വലി എല്ലാം ഡമ്മിയാണ്, പക്ഷേ പെട്ടെന്ന് വരുമ്പോൾ റിയലായിട്ട് പേടിക്കും ഗൈസ്. ഞങ്ങളെല്ലാവരും തമ്മിൽ വിളിച്ചു, എടാ ഇതെന്താടാ ബാക്കിൽ നോക്കടാ. ഫുൾ കൺഫ്യൂഷൻ, ഫുൾ ഫിയർ, ഫുള്ള് കോമഡി. അവസാനം സംഹൗ എങ്ങനെയൊക്കെയോ പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ ഓണസ്റ്റ്ലി പറയാലോ, ജംഗിൾ സഫാരി സീൻ ബർത്താണ്. ജംഗിൾ സഫാരി കഴിഞ്ഞ് നെക്സ്റ്റ് പോയത് 12D തിയേറ്ററിലേക്കാണ് ഗൈസ്. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ഇൻസൈഡ് വീഡിയോ എടുക്കാൻ. സോ നിങ്ങൾക്ക് വിഷ്വൽസ് കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ എക്സ്പീരിയൻസ് പറഞ്ഞാൽ സീരിയസ്ലി 100% വർത്താണ് ഗൈസ്. 12D തിയേറ്റർ കഴിഞ്ഞ് നെക്സ്റ്റ് ഞങ്ങൾ കയറിയത് ഇവിടെ കാണുന്ന ഈ റൈഡിലാണ്. ഇതിൻ്റെ പേര് സത്യം പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ അറിയില്ല. പക്ഷേ എങ്കിൽ കാണാൻ തന്നെ കുറച്ച് ഡേഞ്ചറസ് ആയിരുന്നു. പക്ഷേ എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കംപ്ലീറ്റ് എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ആദ്യം സ്ലോ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ഓക്കെ എന്ന് വിചാരിച്ചു. പക്ഷെ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫുള്ള് സ്പീഡിൽ അങ്ങ് കറങ്ങാൻ തുടങ്ങി. പിന്നെ ഫുള്ള് അലർച്ചേനു. ആദ്യം ഭയങ്കര കോൺഫിഡൻസ് എല്ലാം ആയിട്ടില്ല. ലാസ്റ്റോട്ട് വരുമ്പോഴത്തേക്ക് കളി കാര്യമായി. പിന്നെ സീരിയസ്ലി പറഞ്ഞാൽ റൈഡ് സൂപ്പർ ഫണ്ണായിരുന്നു. അപ്പോൾ ഗൈസ്, ഈ റൈഡ് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്ന മെയിൻ ഐറ്റത്തിലേക്കാണ്, വാട്ടർ ആക്ടിവിറ്റീസ്. അതിന് മുമ്പ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. നമ്മൾ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു വന്നു. ആക്ച്വലി ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ സ്പെഷ്യലി പുതിയ ജേഴ്സിയും പാൻറ്റും വരെ വാങ്ങിയത്. വാട്ടർ പാർക്കിൽ പോകുമ്പോൾ സ്റ്റൈൽ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വെള്ളത്തിലെല്ലാം ഇറങ്ങി കയറുമ്പോഴത്തേക്ക് ഇത് പുതിയതാണോ പഴയതാണോ എന്ന് തിരിയാത്ത വിധത്തിലാവും. അപ്പോൾ ഗൈസ്, ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഫുള്ള് റെഡിയായി വാട്ടർ ആക്ടിവിറ്റിയിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ ആണ് അവിടെ വീണ്ടും ഒരു ട്വിസ്റ്റ്. ഞങ്ങളുടെ കൂടെ വന്ന 11 പേര് കാണാനില്ല. ഞങ്ങൾ 3 പേരായിട്ട് ഫുള്ള് വർക്ക് സെർച്ച് ചെയ്ത് പൂൾ സൈഡ് നോക്കി, റൈഡ് സൈഡ് നോക്കി, ഫുഡ് കോർട്ട് വരെ പോയി നോക്കി. പക്ഷെ ഒരാളെയും കാണാൻ പറ്റിയില്ല. അവസാനം ഇവിടുന്ന് കിട്ടി, ജയിൻറ്റ് വീലിൻ്റെ ചോട്ടുന്ന്. നമ്മൾ വാട്ടർ ആക്ടിവിറ്റിക്ക് റെഡി ആയിരിക്കുമ്പോൾ ഇവർ ജയിൻറ്റ് വീലിൽ കയറാൻ റെഡി. നമ്മൾ ഇതിൻ്റെ മേലെ കയറാൻ പോവാണ്. മണിക്കുട്ടി പേടിയുണ്ടോ? എവിടെ പേടിയുണ്ടോ? ഇല്ല, ഉറപ്പല്ലേ? ഉറപ്പ്. ജയിൻ്റ് വീലിൽ എൻ്റെ ഒപ്പം മണിക്കുട്ടി ഉണ്ടായിരുന്നേ. സീരിയസ്ലി പറയാലോ, മുകളിലെത്തിയപ്പോൾ ഫുൾ പാർക്ക്, പുഴ, ട്രീസ് എല്ലാം കാണാൻ പറ്റി. ആ സീനൊരു ഡിഫറെൻ്റ് വൈബ് തന്നെയായിരുന്നു. റൈഡിൻ്റെ ത്രില്ലും വ്യൂവിൻ്റെ ഫീലും രണ്ടും കിട്ടി.
എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ട് നമ്മൾ പാർക്ക് മുഴുവൻ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അവിടെ ഇങ്ങനൊരു ചെറിയ ട്രെയിൻ കണ്ടത്. പാർക്ക് മുഴുവൻ ചുറ്റി കാണാനുള്ള ഒരു മിനി ട്രെയിൻ റൈഡ് തന്നെയായിരുന്നു അത്. സ്ലോ ആയിട്ട് ഇങ്ങനെ ട്രാക്കിലൂടെ പോകുമ്പോൾ പാർക്ക് മുഴുവൻ കാണാൻ പറ്റി. റൈഡ്സ്, പൂള്, ട്രീസ്, ഫാമിലി ആയിട്ട് വന്ന കുറേ ആൾക്കാർ, ഫുള്ള് നല്ല വൈബായിരുന്നു. സീരിയസ്ലി പറയാലോ, ഇങ്ങനെ ഇരുന്ന് പാർക്ക് ചുറ്റുന്ന ഒരു സെപ്പറേറ്റ് ഫീലാണ്. അപ്പോൾ പാർക്കൊക്കെ ചുറ്റി കണ്ടതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ കയറാൻ പോകുന്നത് ഈ റൈഡിലാണ്. ആക്ച്വലി ആദ്യം തന്നെ ഇതിൽ കയറണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അപ്പോൾ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി. ഈ റൈഡ് കുറച്ച് ഹെവി ആയതുകൊണ്ട് മുൻപ് കയറി ചിലർക്ക് ഫുള്ള് തലയുറ്റി, ഒരാൾക്ക് ഓൾമോസ്റ്റ് അൺകോൺഷ്യസ് ആയ പോലെ അവസാനം ഛർദി വരെ ആയിരുന്നു. അതുകൊണ്ട് റൈഡ് നിർത്തി ക്ലീനിങ് ഒക്കെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമുക്ക് ആ സമയം കയറാൻ പറ്റിയില്ല. ഇപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഹോണസ്റ്റ്ലി പറഞ്ഞാൽ കയറാൻ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, പക്ഷേ എങ്കിൽ അപ്പറെനിക്ക് പേടിയേനു. ഇനി നമ്മളും കയറി നോക്കാം. സർവൈവ് ചെയ്താൽ നെക്സ്റ്റ് സീനിൽ കാണാം. ജീവനോടെ ഉണ്ട് ഗൈസ്, ഒന്നും പറ്റിയില്ല. അതിൻ്റെ ഫിയർ അങ്ങ് മാറി കിട്ടി. ഗൈസ് നൈറ്റ് ആയിരിക്കുന്നു, സൗണ്ടെല്ലാം പോയി. ഇത്രയും നേരം നമ്മൾ വെള്ളത്തിൽ തിമിർത്ത് കുളിച്ച് എന്തെല്ലാം ഉണ്ടായിരുന്നേ, നമ്മൾ ഡാൻസ് കളിച്ചു, റെയിൻ ഡാൻസ് ഉണ്ടായിരുന്നു, പിന്നെ വേവ്സ് വരുന്ന ആ സംഭവം ഉണ്ടായിരുന്നു, സ്ലൈഡ് ചെയ്ത്. ഈ വ്ളോഗ് ഇവിടെ കൊണ്ട് നമ്മൾ എൻഡ് ചെയ്യാണ്. നിങ്ങൾ ഒരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ടാകും, ഈ വ്ളോഗിൽ വാട്ടർ ആക്ടിവിറ്റീസ് വീഡിയോസ് ഒന്നുമില്ല. അത് ഡിലീറ്റ് ചെയ്തതല്ല, ആക്ച്വലി ഞാൻ ആ വീഡിയോ എടുത്തിട്ടില്ല. 2 റീസൺ ഉണ്ട്. ഒന്നാമത്തെ, വാട്ടർ ആക്ടിവിറ്റി ഏരിയയിൽ ഒരുപാട് ഫാമിലീസ്, കിഡ്സും ഉണ്ടായിരുന്നു. സോ അവരുടെ പ്രൈവസി കൂടി നോക്കണമെന്ന് തോന്നി. രണ്ടാമത്തെ, വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്ത് ഫോൺ കയ്യിൽ വെച്ച് നടന്നാൽ വെള്ളത്തിൽ വീഴാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഫോൺ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഞാൻ ഫോൺ വാട്ടർ ഏരിയ കൊണ്ടുപോയിട്ട് കൂടിയില്ല. അതുകൊണ്ട് തന്നെ ആ പാർട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. ഓവറോൾ പറഞ്ഞാൽ ഈ പാർക്ക് ഫുള്ള് ഫണ്ണ്, ഫുൾ വൈബ്, ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ നോൺ സ്റ്റോപ്പ് ലാബിലെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നേ. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി വ്ളോഗുമായിട്ട് നമുക്ക് പിന്നെ കാണാം ഗൈസ്. അപ്പോൾ ബൈ.